guys. Hello guys. അപ്പം വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. നമ്മൾ വ്ളോഗ് ഇട്ടിട്ട് കുറേ നാളായി. ഒന്നുമില്ല ഗൈസ്, പറ്റുന്നില്ല, തിരക്കായി പോയി. വ്ളോഗ് എടുക്കാനുള്ള സമയമൊന്നും കിട്ടില്ല. ചിലപ്പോൾ ഒക്കെ ആലോചിക്കും, അയ്യോ ഇത് എടുക്കായിരുന്നു, അത് ആ കാര്യം കഴിയുമ്പോഴായിരിക്കും ആലോചിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ വിട്ടുപോകും. ഇന്നിപ്പോൾ എന്തായാലും നമ്മൾ ഒരു സ്പെഷ്യൽ വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്. കഴിഞ്ഞ കൊല്ലവും നമ്മൾ ഇതിൻ്റെ വ്ളോഗ് ഇട്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് എല്ലാവർക്കും ഊഹിക്കായിരിക്കും. നമ്മൾ വൈൻ ഇടാൻ പോവാണ്. ലാസ്റ്റ് ഇയറിൽ നമുക്ക് വൈൻ ഇടുന്ന മുന്തിരി കിട്ടാത്ത കാരണം നമ്മൾ പിന്നെ സമയവും നമ്മൾ ലാസ്റ്റ് മിനിറ്റിലാണ് വൈൻ ഇടാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ അത് കാരണം നമ്മൾ ബീട്രൂട്ട് വൈനായിരുന്നു ഇട്ടത്. പക്ഷെ അത് സക്സസ് ആയിരുന്നു. ഞാൻ അതിൻ്റെ ഫോട്ടോ വല്ലതും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അത് അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. നമ്മൾ 7 ദിവസം കൊണ്ടായിരുന്നു ബീട്രൂട്ട് വൈൻ ഇട്ടത്. ശരിക്കും 3 ദിവസം മതി, പക്ഷെ നമ്മൾ സമയം ഉണ്ടായിരുന്നതുകൊണ്ട് 7 ദിവസത്തേക്ക് വെച്ചായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഇതേപോലെ തന്നെ ഞങ്ങൾ മുന്തിരി തപ്പി ഇറങ്ങി. നമ്മുടെ പ്രോപ്പർ മുന്തിരി ഇടുന്ന വൈൻ ഉണ്ടല്ലോ, നമ്മൾ ജ്യൂസൊക്കെ അടിക്കുമ്പോൾ എടുക്കുന്ന വൈൻ, ആ മുന്തിരി ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയില്ല. അത് കിട്ടിയില്ല എന്നുള്ള കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഇതേപോലെ ഇവിടെ ഫാമേഴ്സ് മാർക്കറ്റ് ഉണ്ട്. നമ്മൾ ഈ മെനനൈറ്റ്സ് ഇല്ലേ, ഫാമേഴ്സ് അവർ ഡയറക്റ്റ് വിൽക്കുന്ന മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഈ അവർ ഡയറക്റ്റ് സാധനങ്ങൾ വിൽക്കുന്ന മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അയ്യോ, ഞാൻ വെൽക്കം ഒക്കെ പറഞ്ഞെന്ന് തോന്നല്ലേ. അപ്പോൾ അവിടെ ഞങ്ങൾ പോയി നോക്കി മുന്തിരിക്ക്. അപ്പോൾ അന്ന് പോയപ്പോൾ ഞാൻ ഒന്നും നോക്കാണ്ടും അമ്മച്ചിയോടൊന്നും ചോദിക്കാണ്ട് അങ്ങ് പോയതായിരുന്നു. അപ്പോൾ അന്ന് വരെ എൻ്റെ മനസ്സിൽ വൈകിടുന്ന മുന്തിരി എന്ന് പറഞ്ഞാൽ മറ്റേ നല്ല കറുത്തിരിക്കുന്ന ഒരു മുന്തിരി ഉണ്ടല്ലോ, അതായിരുന്നു എൻ്റെ മനസ്സിൽ. അത് മാത്രമേ വൈനിടാൻ പറ്റത്തുള്ളൂ എന്നായിരുന്നു എൻ്റെ മനസ്സിലെ നിഗമനം. പക്ഷെ അന്ന് അവിടെ ചെന്നപ്പം മോനും ഒരു മുന്തിരി കണ്ടുപിടിച്ചുകൊണ്ട് വന്ന് അവരും പറഞ്ഞതായിരുന്നു അത് വൈനിടുന്ന മുന്തിരിയാണ്. അന്ന് ഞാൻ മൈൻഡ് ചെയ്തില്ല ഗൈസ്. അന്ന് എൻ്റെ അഹങ്കാരത്തിൽ ഞാനത് മൈൻഡ് ചെയ്തില്ല. ഞാൻ പറഞ്ഞു ഇതല്ല മുന്തിരി എന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് നോക്കുമ്പോൾ ആ മുന്തിരിയായിരുന്നു വൈനിടുന്ന മുന്തിരി. മറ്റേ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മുന്തിരിയില്ലേ, ആ സാധനമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ആഴ്ചയിൽ വീണ്ടും ഫാമേഴ്സ് മാർക്കറ്റ് പോയി. അവിടെ ചെന്നപ്പോൾ ആ കൗണ്ടറെല്ലാം അടച്ചുപോയി. കാര്യം സ്നോ തുടങ്ങിയല്ലോ. അപ്പം മുന്തിരി, സ്ട്രോബെറി അങ്ങനത്തെ സാധനമൊക്കെ നല്ല ഡീല് കിട്ടിയതായിരുന്നു. അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നല്ല പൈസക്ക് നല്ല ഓഫറിൽ സാധനങ്ങൾ കിട്ടും. നമുക്ക് ക്വാണ്ടിറ്റി കൂടുതലും ക്വാളിറ്റിയിലും. അതായത് അവിടുന്ന് നമ്മൾ സാധനം മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ സാധനങ്ങളൊന്നും കെമിക്കൽസ് ഒന്നും അടിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അത് കൊണ്ടുവന്നാൽ പെട്ടെന്ന് ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് ചീത്തയാവും. മറ്റേ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന സാധനം എത്ര നാൾ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ ഇരുന്നോളൂല്ലോ. ഇതങ്ങനെയല്ല, ഫ്രിഡ്ജിൽ വെച്ചാലും പെട്ടെന്ന് ചീത്തയായി പോവും. അപ്പൊ അത്രയും ഫ്രഷ് നല്ല സാധനങ്ങൾ അവിടെ നിന്ന് കിട്ടുന്നത്. അപ്പൊ ഞങ്ങള് ഈ പ്രാവശ്യം ചെന്നപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോൾ നമ്മുടെ മറ്റേ മുന്തിരി ഇല്ല, സാധാ മുന്തിരി ഉള്ളൂ. അപ്പം മോനും ആണെങ്കിൽ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എല്ലാ മുന്തിരിയും വൈനിടാം, ഇതും ഇടാം ഇന്ന് പറഞ്ഞു. അപ്പൊ ഗൂഗിളിനോട് ചോദിച്ചപ്പോൾ ഗൂഗിൾ വെച്ചും പറഞ്ഞു നിങ്ങൾക്ക് ഏത് മുന്തിരി വേണമെങ്കിലും വൈനിടാം. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും കഴിഞ്ഞ കൊല്ലവും മുന്തിരി വൈൻ ഇട്ടില്ല, അപ്പൊ ഈ കൊല്ലം എന്തായാലും ഏതെങ്കിലും മുന്തിരി ആയിക്കോട്ടെ വൈനിട്ട് നോക്കാം എന്ന് വിചാരിച്ച് ഞങ്ങളൊരു 6 കിലോയിൽ കൂടുതലുണ്ട്, 6.5 അടുപ്പിച്ച് മുന്തിരി മേടിച്ചു. 2 പാക്കറ്റിലായിട്ട് അവിടെ നിന്ന് മുന്തിരി മേടിച്ചു. ശരിക്കും ആ വാങ്ങിച്ച മുന്തിരി ഭയങ്കര ലാഭമാണ്. കാര്യം ഇസോട്ടിന് വേണ്ടിട്ട് ഞങ്ങൾ അങ്ങനത്തെ ഇസോട്ട് ഭയങ്കര ഇഷ്ടം മുന്തിരി ഭയങ്കര ഇഷ്ടം. അപ്പൊ നമ്മള് നോർമൽ കടയിൽ നിന്ന് പോയി മുന്തിരി മേടിക്കുമ്പോൾ ഒരു പാക്കറ്റിന് നമ്മള് വെയിറ്റിനനുസരിച്ചിട്ടാണല്ലോ ഇവിടെ പ്രൈസ്. $10 ഒക്കെ കൊടുക്കണം. നമ്മള് കോസ്കോന്ന് ഒരു ബോക്സാ മേടിക്കണമെങ്കിൽ $10 ആ സാധനത്തിന്. എനിക്ക് കോസ്കോയിലെ മുന്തിരി ഇഷ്ടവും അല്ല, വലിയ മധുരം ഒന്നുമില്ല, ഒരുമാതിരത്തില്ല. പക്ഷെ ഈ മുന്തിരി നല്ല ടേസ്റ്റോ നല്ല ലാഭവും അവിടെ. നമ്മൾ ആരെങ്കിലും ഇവിടെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് അധികം ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലിപ്പം നമ്മളെ പേരൻസ് ഒക്കെ നാട്ടിൽ നിന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഷെയറിംഗ് ഒക്കെ ആണെങ്കിൽ പച്ചക്കറി, ഫ്രൂട്ട്സ് അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ നമ്മുടെ നാട്ടിലെ തേൻ, സൂപ്പർ നാട്ടിലെ തേൻ അവിടെ കിട്ടും. അപ്പം നല്ല പൈസയും ലാഭത്തിന് കിട്ടും. ഞങ്ങള് കുറച്ചാൾ മുമ്പാണ് ശരിക്കും അവിടെ പോയി തുടങ്ങിയത്. പക്ഷെ ഞങ്ങള് പോയിട്ടുണ്ട് ഇവിടെ വന്ന ടൈമിലൊക്കെ. പക്ഷെ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ വാങ്ങുന്ന പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ഇസൂട്ടി വന്നതിന് ശേഷം ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇങ്ങനെ റെഗുലർ കഴിക്കുന്ന ഒരു ഇത് വന്നപ്പോഴത്തേക്കാണ് നമ്മൾ അവിടെ പോയി വാങ്ങാൻ തുടങ്ങിയത്. കാര്യം കൊച്ചിനും നല്ല സാധനം കിട്ടുകയും ചെയ്യും,
നല്ല പ്രൈസിനും കിട്ടും, വിഷമൊന്നും അടിക്കാത്തത് കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ അവിടെ നിന്ന് വാങ്ങാൻ തുടങ്ങി. ശരിക്കും നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയറിങ്, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പേരൻസ് ഒക്കെ വന്ന് ആളുകൾ കൂടുതലുണ്ടെങ്കിൽ അത് മേടിക്കുന്നേ നല്ല കാര്യം. നമ്മൾ രണ്ടുപേരെ ഉള്ളെങ്കിൽ അവിടെ നിന്ന് മറ്റേ ബൾക്കായിട്ടാണല്ലോ കിട്ടുന്നത്. അത് മാത്രമല്ല, വേറെ ഒരു ടിപ്പ് കൂടെ പറഞ്ഞുതരാം. അവിടെ ശരിക്കും ഉച്ച തൊട്ട് വൈകുന്നേരം ഒരു 3 മണി 2 മണി ആ ഒരു സമയം വരെ അപ്പൊ അത്ര സമയമുള്ളൂ. നമ്മൾ ആ ക്ലോസ് ചെയ്യണേക്കാളും ഒരു അരമണിക്കൂർ മുമ്പ് ചെന്ന് കഴിഞ്ഞാൽ നല്ല ഉഗ്രം ഡീൽ ഇടും. അതായത് ഇപ്പൊ നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിലെ ചന്തയിൽ കിടക്കാറില്ല, അതായത് തീരാറാകുമ്പോ നിസ്സാര പൈസ കൊടുത്തു വേണ്ടിട്ട് പെട്ടെന്ന് ആദ്യമൊക്കെ ഓരോ പാക്കറ്റിനായിരിക്കും, പിന്നെ 2 പാക്കറ്റ്, പിന്നെ 5 എണ്ണത്തിന് 10 രൂപ അങ്ങനെയൊക്കെ ആവും. അപ്പൊ അങ്ങനെയൊക്കെ വിൽക്കാൻ കിട്ടും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഉള്ളവരാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് പോയി ട്രൈ ചെയ്യുക. ഓൾ ഇയർ അറൗണ്ട് അത് ഓപ്പൺ ആണ്. പക്ഷെ സമ്മറിലാണ് കൂടുതൽ ഇപ്പം ഔട്ട്ഡോർ കുറെ ഷോപ്പുകൾ ഉണ്ടാവുക. ഈ പറഞ്ഞ പോലെ വെജിറ്റബിൾസും നമ്മൾ ഇതിന് വ്ലോഗ് ഇട്ടിട്ടുണ്ട്. അത് കണ്ടാൽ അപ്പോൾ ഞങ്ങൾ വെറുതെ വലിച്ചു നീട്ടുന്നില്ല ഇൻട്രൊഡക്ഷൻ. അപ്പൊ ഇന്ന് നമ്മൾ മുന്തിരി ഇടുന്ന വൈൻ ഇടുന്ന വീഡിയോ ആണ്. ഇത് ഞാൻ 2 ആയിട്ട് ഇടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം ഇന്നിപ്പം വൈൻ ഇടുന്നത് ഇട്ട് വെക്കുന്നതും ഇത് കഴിഞ്ഞിട്ട് 15ാമത്തെ ദിവസം, ഇത് എല്ലാ ദിവസവും ഞാൻ ഇളക്കി കൊടുക്കും. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. 15ാമത്തെ ദിവസം ഇത് വീണ്ടും എടുത്തിട്ട് നമുക്ക് വേറെ പരിപാടികൾ കുറച്ചുണ്ട്, സാധനങ്ങളൊക്കെ ചേർക്കാനുണ്ട്. അത് ചേർത്ത് കഴിഞ്ഞ് 28ാമത്തെ ദിവസമാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത്. അപ്പം ഞാൻ അരിച്ചെടുക്കുന്നതും 15ാമത്തെ ദിവസത്തെയും വേറെ ആയിട്ടിടാം. ഇല്ലെങ്കിൽ ഇതങ്ങ് ഭയങ്കര കാര്യം. ഇതിപ്പോൾ ഓൾറെഡി ക്രിസ്മസ് ആവാറായി. അപ്പോൾ ആ ഒരു കറക്റ്റ് ആ ഒരു 21 ദിവസം പ്ലസ് കുറച്ച് 2-3 ദിവസം കൂടെ കൂടുതലേ ഉള്ളൂ ഇപ്പം ഞാൻ ഈ എടുക്കുന്ന ടൈമിൽ. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് ഇടാൻ വരുമ്പോഴത്തേക്ക് ആരെങ്കിലും മുന്തിരി വൈൻ്റെ റെസിപ്പിയൊക്കെ കുറേ പേർക്ക് കുറേ വീഡിയോസ് ഉണ്ട്. പക്ഷേ എന്നാലും ഞാൻ ഒരുപാട് ലേറ്റായിട്ട് ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ഒരു വ്ളോഗായിട്ട് തന്നെ ഇടും. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി 2 ആയിട്ട് ആണ് ഇടുന്നത്. 2 ജാറ് ഞാൻ മേടിച്ചു. അപ്പം ഞാൻ ഭരണി ഇവിടെ ഒക്കെ തപ്പി, കഴിഞ്ഞ കൊല്ലവും തപ്പിയായിരുന്നു. എനിക്ക് അങ്ങനെ വലിയ സൈസ് ഭരണി എങ്ങും കിട്ടാനില്ല, ചെറുതേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ ഗ്ലാസ് ജാറാണ് മേടിച്ചത് ഈ പ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചത് ഞാൻ ഉപയോഗിച്ചില്ല, കാര്യം അതിൽ ഇളക്കാൻ ഭയങ്കര പാടാണ്, കുഞ്ഞു വായായിരുന്നു. അപ്പം ഈ പ്രാവശ്യം വലിയ വായുള്ള ഒരു ജാറ് 7-8 ലിറ്റർ എങ്ങാണ്ട് വരുന്നതാണ് ഒരു ജാറ്. അങ്ങനത്തെ 2 ജാറ് ഞാൻ മേടിച്ചു. എന്നിട്ട് ഞാൻ സെപ്പറേറ്റ് 3 കിലോ വെച്ചിട്ട് ഓരോ ജാറിലും ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാനത് കാണിച്ചു തരാം. ഓൾറെഡി 3 കിലോ മുന്തിരി കഴുകി വെള്ളം ഊറാനായിട്ട് വെച്ചിട്ടുണ്ട്. അടുത്തത് ഞാൻ കഴുകാൻ പോവാം. അപ്പം ഞാൻ അത് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ മുന്തിരി ഇങ്ങനെ കഴുകി എടുക്കുക. ഇത് ഞാൻ പറഞ്ഞ പോലെ ഫാമേഴ്സ് മാർക്കറ്റിൽ നിന്ന് മേടിച്ചായിരുന്നു. കെമിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചൂടുവെള്ളത്തിൽ കഴുകി, ഇപ്പോൾ ചൂടുവെള്ളം വരുന്നത്, ചൂടുവെള്ളത്തിൽ കഴിക്കാൻ മതി. അല്ലാത്ത മുന്തിരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിർബന്ധമില്ല. പക്ഷേ ഏറ്റവും സേഫ് എന്ന് പറഞ്ഞാൽ കുറച്ച് ചൂടുവെള്ളത്തിലും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് കഴുകി പിന്നെ നല്ലോണം വൃത്തിക്ക് അത് പോകുന്ന രീതിയിൽ കഴുകി എടുക്കുന്നതായിരിക്കും നല്ലത്. കാര്യം പുറത്തുനിന്ന് മേടിക്കുന്നതാണെങ്കിൽ കെമിക്കൽ ഉണ്ടാവുമല്ലോ നല്ലോണം. ഇത് അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ അടുത്ത സെറ്റ് മുഴുവൻ അതൊന്ന് കാണിച്ചു കൊടുക്കണേ. ഞാൻ ആദ്യത്തെ സെറ്റ് കഴുകി വെച്ചേക്കുന്ന 3 കിലോ വെള്ളം ഇറങ്ങിപ്പോകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 2ാമത്തെ കഴുകി വെക്കുക. പിന്നെ ഇത് നമുക്ക് മുന്തിരിയിൽ ഒഴിക്കാനുള്ള വെള്ളമാണ്. അതിന് മെഷർമെൻ്റ് ഒന്നുമില്ല, ഞാൻ ഇപ്പോൾ ഒരു കണക്കിനങ്ങ് എടുത്തതാണ്. ഇത് മെഷർമെൻറ്റിൻ്റെ കാര്യം ഞാൻ പറയാം ഇടുന്ന ടൈമിൽ. അത് നമ്മൾ എപ്പോഴും പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല, തിളപ്പിച്ച് ചൂടോടെ ഒഴിക്കാൻ പാടില്ല. തിളപ്പിച്ച് ചൂടാറിയ വെള്ളം മാത്രമേ വൈനിടുന്ന മുന്തിരിക്ക് എടുക്കാൻ പാടുള്ളൂ. അപ്പം ഞാനിത് ഇതിൽ കഴുകി ഇതിലോട്ട് വെച്ചിട്ട് ഞങ്ങളത് പിച്ചാൻ പോവുക. ഈ തണ്ടീനെല്ലാം പിച്ചെടുക്കണം. അന്നേരം ഞാൻ കാണിച്ചു തരാം. ഓക്കെ,
ഉണ്ടോ? ലെൻസ് മരത്തിന്റെ മണ്ടയിലാണ്. ലെൻസിക്ക് ഇത്ര പൊക്കം വെച്ചു എന്ന് നിങ്ങൾക്ക് തോന്നും. ലെൻസ് ഇവിടെ എങ്ങനെ ഓർത്താൻ കണ്ട കയറിയിരിക്കണേ. ലെൻസ് വാറ്റാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. അപ്പൊ ഗൈസ് മുന്തിരി ഇത് 3 കിലോ, ഇത് 3 കിലോ. 3 കിലോയിൽ ഒരു ഇച്ചിരി കൂടുതലുണ്ട്, ചിലപ്പോൾ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടായിരിക്കും, പറയാൻ പറ്റില്ല. ഞങ്ങളിത് കഴുകുന്നതിന് മുന്നേ വേ ചെയ്തതാ. ഈ സൂട്ടൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കണ്ടായിരുന്നു, അങ്ങനെ ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഞാൻ അമ്മയുടെ അടുത്ത് വന്നിരിക്കും. ബാ ഇവിടെ വന്നിരിക്കും. ബാ ഇങ്ങോട്ട് വരെ വ്ളോഗ് എടുക്കാം. അങ്ങോട്ട് നോക്കൂ, ക്യാമറ നോക്കൂ. അപ്പൊ കഴുകുന്നതിന് മുന്നേ ഞങ്ങൾ വേ ചെയ്തായിരുന്നു. അപ്പോഴാണ് 3-ൽ കൂടുതലായിരുന്നു, 3.5 അങ്ങനെയൊക്കെ ആയിരുന്നു. ഓരോന്ന് ഞാൻ സെപ്പറേറ്റാണ് ചെയ്തത്. ഞാൻ 2 കുപ്പിയിൽ ചെയ്യുന്നത് കൊണ്ട്. ലൂബി അടങ്ങിയിരിക്കും, ലൂബി കേൾക്കണം. എന്നിട്ട് കഴുകി വെള്ളമൊക്കെ പോയി വെച്ചേക്കുന്നതാണിത്. പാത്രവും അതേപോലെ നല്ലോണം കഴുകിയിട്ട് ഒട്ടും വെള്ളം ഇല്ലാത്ത കണക്ക് ടിഷ്യൂ വെച്ചിട്ട് തുടച്ച്, അല്ലെങ്കിൽ ഞങ്ങൾ ടിഷ്യൂ വെച്ച് തുടയ്ക്കുകയും ചെയ്ത് ബ്ലോ ഡ്രൈ ചെയ്ത് ഉണക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ആക്കി എടുത്തേക്കുന്നതാണ്. പിന്നെ പഞ്ചസാര 3 കിലോയ്ക്ക് 1.5 കിലോ പഞ്ചസാര അങ്ങനെയാണ് ഞാൻ ഇടാൻ പോകുന്നത്. അപ്പോൾ ഇതിപ്പം ഈ ഒരു 3 കിലോയുടെ പഞ്ചസാര ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. ഡൂബി കുട്ടിപ്പൊടി 1.5 കിലോ പഞ്ചസാരയാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിത് ലെയറപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിൽ മറ്റേ പട്ട, ഗ്രാമ്പു, ഈസ്റ്റ്, ഗോതമ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടാറുണ്ട്. അവിടെ ഒരാൾ ഓൾറെഡി ഇട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ വെറുതെ നീട്ടുന്നില്ല, ഞാൻ കാണിച്ചു തരാം. ചില ആൾക്കാർ ശരിക്കും ഈ മുന്തിരിനെ ഇങ്ങനെ നല്ലോണം കുറച്ച് എടുത്തിട്ട് ഉടച്ചിട്ട് ഇടും, എന്നിട്ട് ലെയർ ചെയ്യും. ഇത് ഇപ്പം ഞാൻ ലെയറപ്പ് ചെയ്തിട്ട് ഞാൻ വേറെ പ്രൊസീജിയറാണ് ചെയ്യുന്നത്, അമ്മച്ചി ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ ഇത് ഞാൻ 15-ാമത്തെ ദിവസം എല്ലാ ദിവസവും ഇളക്കി കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ ചില സ്ഥലത്ത് ചൂടിൻ്റെ ഇതനുസരിച്ചിട്ട് എല്ലാ ദിവസവും ഒന്നും ഇളക്കണമെന്നില്ല. ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നേരെ 21-ാമത്തെ ദിവസം എടുക്കുന്ന പരിപാടിയുണ്ട്. പക്ഷെ നമുക്കതൊട്ടും വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോൾ 21-ാമത്തെ ദിവസം എടുക്കുമ്പോൾ പൂത്തിരിപ്പുണ്ടാവും. അപ്പം ഞാനിത് ലെയറപ്പ് ചെയ്തിട്ട് 15-ാമത്തെ ദിവസം എടുത്ത് എല്ലാ ദിവസവും ഞാൻ ഇളക്കി കൊടുക്കും. കാര്യം റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ. ഫ്ലോപ്പായ അത്രേ ഉള്ളൂ. ഞാൻ എന്തായാലും തുടങ്ങാം, ഡിലേ അടുപ്പിക്കുന്നില്ല. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്ന്. കുറേച്ച് ഓരോ ലെയർ ഇങ്ങനെ ഇട്ടിട്ട് ക്യാമറയുടെ പുറകിലാണ് സുട്ടനെ ഞാൻ ക്യാമറയുടെ പുറകിൽ ഇട്ടു. കാര്യം ഇവിടെ ഇരുന്നിട്ട് എല്ലാം അതേ ഇത് പിടിക്കുക. അപ്പൊ അത് കാരണം ഞാൻ അങ്ങോട്ടേക്ക് ഓടിച്ചു വിട്ടു. ഈ വരണയിൽ ശരിക്കും ഇത് ഇട്ട് കഴിയുമ്പോൾ ഒന്നും ഇല്ലാണ്ടാവും തോന്നുന്നല്ലേ. ഇത് ഒരെണ്ണത്തിൽ ഇടാൻ പറ്റുമോ? അറിയത്തില്ല. ഒരെണ്ണത്തിലിടാൻ പറ്റില്ല. അപ്പൊ കുറേശ്ശെ മുന്തിരി, ഒരു ലെയർ മുന്തിരി ഇട്ടിട്ട് ഈ പഞ്ചസാര ഇങ്ങനെ ഒരു ലെയർ ഇങ്ങനെ ഇടാം. പഞ്ചസാര ഇട്ടാണ്ട് പഞ്ചസാര ശരിക്കും ആദ്യം കുറച്ചിടുന്നതായിരിക്കും നല്ലത്, ഇല്ലെങ്കിൽ ഓവർ മധുരമായി പോവും. ഇനി എങ്ങാനും മധുരം കുറഞ്ഞു പോയാൽ നമ്മൾ വൈൻ അരിക്കുന്ന ടൈമിൽ ബാക്കി ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇപ്പൊ എത്ര മുന്തിരിയാണോ എടുക്കുന്നത് അതിന്റെ പകുതി പഞ്ചസാരയാണ് ഞാൻ. ഇത് ഒരു ഭരണിയിൽ ഇടാൻ പറ്റുമെന്നു തോന്നുന്നു, എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഭരണിയിൽ അങ്ങ് ഇടാം. അല്ല, ഇളക്കാനൊക്കെ ഏതായിരിക്കും? 2 ഭരണിയായിരിക്കും. ഇപ്പൊ വലിയ വായ ആയതുകൊണ്ട് ഇളക്കാൻ 2 എളുപ്പമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് തോന്നുന്നു. അയ്യോ, താഴെ പോയി. നമുക്ക് ഒരെണ്ണത്തിൽ തന്നെ ഇടാൻ തോന്നുന്നു അല്ലേ? ഈ ജാറിൽ വേണമെങ്കിൽ പൈനാപ്പിൾ മേടിച്ചിട്ടിട്ടാലോ? ട്രൈ ചെയ്യണേ, അത് വേണേ അതും ചെയ്യാം.
ഗൈസ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ നമ്മൾ ഈ ഇതിൽ തന്നെ ഫുൾ ഇടാന്ന് വിചാരിച്ചു. കാര്യം ഇനിയും കുറേ സ്ഥലമുണ്ട്. അപ്പോൾ ഇതും കൂടെ ഇതിൽ കൊള്ളേണ്ടതാണ് നല്ല രീതിക്ക്. അപ്പോൾ മറ്റേ ജാറ് നമ്മൾ പൈനാപ്പിൾ ഇട്ടാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. നോക്കട്ടെ, സമയം ഉണ്ടെങ്കിൽ ഇടാം. അപ്പോൾ ഇതടുത്ത ഈ 3 കിലോയ്ക്കുള്ള പഞ്ചസാര ഞാൻ വേ ചെയ്തുകൊണ്ട് വന്നു. പിന്നെ ഞാൻ ഇവിടെ ഞാൻ ശരിക്കും 3 2 ഇടാന്നല്ലായിരുന്നു വിചാരിച്ചത്. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആഡ് ചെയ്യേണ്ട പട്ടയും ഇതൊക്കെ ഞാൻ എടുത്തു വെച്ചായിരുന്നു, ഗ്രാമ്പൂവും. പിന്നെ ഇത് ഈസ്റ്റ് ശരിക്കും നമ്മൾ ഇടേണ്ട അളവെന്ന് പറഞ്ഞാൽ 1 കിലോ മുന്തിരിക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത് ഞാൻ 3 കിലോയ്ക്ക് എടുത്തു വെച്ചിരുന്നായിരുന്നു 1/2 ടീസ്പൂൺ. ഇത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ്. ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ടാൽ മതി. അല്ലാത്തയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടുവെള്ളത്തിൽ കലക്കി അത് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ഇടുവാണ്. അപ്പോൾ ഇതും കൂടെ ലെയർ ചെയ്യാം, ഈ മുന്തിരിയും കൂടെ ലെയർ ചെയ്യാം. പഞ്ചസാര ഇടുന്നില്ല ശരിക്കും, കണക്കനുസരിച്ചിട്ട്. ശരിക്കും പല വീഡിയോസിലും ഞാൻ കണ്ടത് ഇരട്ടി പഞ്ചസാര ഇടുന്നവരൊക്കെ ഉണ്ട്. മുന്തിരി എടുക്കുന്നതിന്റെ ഇരട്ടി അളവിൽ പഞ്ചസാര ഇടുന്നതൊക്കെ ഉണ്ട്. പക്ഷെ ഞാനിത് ശരിക്കും മുന്തിരി എടുത്തതിന്റെ പകുതി വെച്ചിട്ടാണ് പഞ്ചസാര കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തു വെച്ചത്. പക്ഷെ എനിക്ക് ഇതും കൂടി ഇടാൻ ഒരു മടി. ഇതിങ്ങനെ പിന്നെ ലാസ്റ്റ് മധുരം കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടിപ്പോയത് അതേ ഉള്ളൂ. അപ്പൊ ഇതിട്ടു. ഇനി നമുക്ക് ഈ സാധനങ്ങൾ ഇടാം. ഇത് കണക്ക് എങ്ങനെയാന്ന് വെച്ചാല് ശരിക്കും 1 കിലോയ്ക്ക് 1 കമ്പ് പട്ട എന്നുള്ള രീതിയിലാണ് ഞാൻ ഏകദേശം 1 കഷണം. അപ്പൊ ഞാൻ ഒരു കണക്കിലങ്ങ് എടുത്ത് വെച്ചേക്കുന്നതാണ്. ഒരു 10, 12, ഒരു 10, 20 ഗ്രാമ്പൂവും ഇങ്ങനെ ഇതേ 3 കറക്റ്റ് 3 എന്ന് പറയാനൊന്നുമില്ല, ചെറുതായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാണ്. ഇത് ആ 3 കിലോയുടെ ഈസ്റ്റ് ആയിരുന്നു. ഇത് ഞാൻ ഇങ്ങനെ ഇടുക, ബാക്കിയും കൂടെ എടുക്കാം. ടീസ്പൂൺ ആട്ടോ, ടേബിൾ സ്പൂൺ അല്ല. ക്യാമറ ഫ്രണ്ടിലൂടെ ഒരാൾ ഇടയ്ക്കിടയ്ക്ക് പോകും. നടക്കണ സൗണ്ട് അവള് നടക്കണ സൗണ്ട്. ഇതിൽ കൊലുസ് കാലില് കൊലുസിട്ടുണ്ട്. എന്റെ ഈശോയെ സക്സസ് ആവണേ ഈശോയെ. ഓക്കെ, അപ്പൊ ഈസ്റ്റ് കിട്ടും. ഇനി നമ്മുടെ മെയിൻ സാധനം ഗോതമ്പ് ഞാൻ എടുത്തോണ്ട് വരട്ടെ. അത് മോനിങ് എടുത്തേരാവോ. ഇവിടെ ഇസ്ലാമിന്റെ പുറത്ത് ഗോതമ്പ് ശരിക്കും ഈ സാധനമൊക്കെ കുറെ ആളുകൾ ഇപ്പൊ വീട്ടിൽ അമ്മച്ചിയൊക്കെ എന്ന് പറഞ്ഞാൽ കിഴി കെട്ടിയിടും. അമ്മച്ചി എല്ലാ കൊല്ലവും വൈനിടും. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നൊസ്റ്റാൾജിയ പോലെയാ ഈ വൈനിടുക എന്നുള്ളത്. ഇത് സക്സസ് ആവുക എന്നുള്ളതല്ല, ഇതൊരു പ്രോസസ്സാ. ക്രിസ്മസ് വരുമ്പോൾ ആ ഒരു പ്രോസസ്സ് പോലെയാ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് തൊട്ടേ എല്ലാ കൊല്ലവും അമ്മച്ചി വൈനിടും. അമ്മച്ചിയുടെ വൈനിന് അവിടെ ഭയങ്കര ഡിമാൻഡാ അപ്പാടെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ. അപ്പോൾ അമ്മച്ചിയൊക്കെ എന്ന് പറഞ്ഞാൽ കിഴിയിൽ ഇത് കെട്ടിയിടും, ഗോതമ്പ് ഈ സാധനമൊക്കെ. പക്ഷേ ഞാൻ കിഴിയിലൊന്നും കെട്ടിയിടുന്നില്ല. വേറൊന്നുമല്ല, എനിക്ക് അങ്ങനെ മര്യാദയ്ക്കുള്ള അങ്ങനത്തെ ഒരു തുണിയൊന്നും പെട്ടെന്ന് കിട്ടിയില്ല. ഞാനത് ആലോചിച്ച് മേടിച്ച് വെച്ചൊന്നുമില്ല. അപ്പൊ ഞാൻ ഇത് അല്ലാണ്ട് തന്നെ ഇടുന്നേ ഉള്ളൂ. ഇത് ശരിക്കും കഴിഞ്ഞ കൊല്ലം കിഴി കെട്ടിയില്ല, നമ്മൾ നേരെ ഇടിയ ഇത്. അപ്പൊ ഇതൊരു ഹാൻഡ് ഫുൾ, ഒരു പിടി എന്നുള്ള രീതിയിലാണ് നമ്മൾ അളവ് 3 കിലോയ്ക്ക്. എന്നോട് അമ്മ ചെയ്യണേ, അമ്മേനോട് ചോദിക്കാൻ എന്താ ചെയ്യണേ. വൈനുണ്ടാക്കുന്നു ക്രിസ്മസിന്. ഇവിടെ ഇരിക്കും, അമ്മയുടെ അവിടെ പോയി ഇരിക്കേ.
അപ്പുറത്തിരിക്കാം അമ്മ എന്നെ ചെയ്യണമെന്നാണ്. ഇവിടെ വന്നിരുന്നു. അത് പിടിക്കരുത്, അത് ഗോതമ്പ്. ഇപ്പുറത്ത് വന്നിരിക്കും. എനിക്ക് മോനു വെള്ളം എടുത്തോണ്ട് വരാവോ? വെള്ളം ഒഴിക്കാം. അവിടെ ഇരുന്നോ. അത് പഞ്ചാര അമ്മയുടെ നിന്ന് താഴെ വീണയാടാ. ഇവിടെ താഴെ വീണു. സുട്ടി കളയോ? ക്ലീൻ ചെയ്യോ സുട്ടി? വെള്ളം ഒഴിക്കണം. ഒഴിക്കാവോ? എന്നാ മോനു ചടങ്ങ് ഇത് നിറഞ്ഞിരിക്കണം. ഈ മേളിൽ തിളുമ്പേ വരെ. ഓക്കെ മതി. വെള്ളത്തിന്റെ കണക്കെന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ നമ്മള് മുന്തിരി ഒഴിക്കുമ്പോ ഇങ്ങനെ തിളുമ്പേ കിടക്കണം. അതായത് മുന്തിരി എല്ലാം മുങ്ങിയിരിക്കണം. ഒരു തടിയുടെ വെച്ച തവിയില്ലേ, അത് ഒട്ടും നനവില്ലാണ്ട് ആക്കിക്കൊണ്ടുപോവാ. അടിയിൽ പുതിയ തിരിപ്പുണ്ടെങ്കിൽ അതെടുത്തോണ്ടോ. അടിയിലത്തെ ഡ്രോയില് പുതിയതുണ്ട്. അവളിവിടെ നേരെ ഇരിക്കുന്നു. ഇത് ഇച്ചിരി ഇളക്കാൻ പാകത്തിന്. ഇത് എല്ലാ ദിവസവും എനിക്ക് അത് വെച്ച് തന്നെ ഇളക്കി കൊടുക്കും. തുടങ്ങില്ല കേട്ടോ. ഇത് ശരിക്കും ഇപ്പൊ ഇളക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് മുക്കി വെച്ചതല്ല വെള്ളത്തില്. ആ മേള് ഭാഗം അത് വേണ്ട, ആ തവി വേണ്ട. ഇത് പുതിയ തവിയാ. പുതിയ തവി ഉണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് ബെസ്റ്റ്. വേറെ ഒന്നും കുക്ക് ചെയ്ത് അതിൻ്റെ ഇതൊന്നും ഇല്ലാത്ത തടി തവിയാണ് ഏറ്റവും ബെസ്റ്റ്. ഉണങ്ങിയ തവി എടുക്കണം. എല്ലാ ദിവസവും ഇളക്കുമ്പം ഉണങ്ങിയ തവി വെച്ചിട്ട് ഇളക്കാൻ പാടുള്ളൂ. ഇനി ഇത് വേറെ പരിപാടിയൊന്നും ഇല്ല. നമ്മൾ തുണിയിട്ട് അടപ്പ് വെച്ചിട്ട് കെട്ടി വെക്കുക. അപ്പൊ ഞാൻ കെട്ടി വെക്കുമ്പോൾ കാണിച്ചു തരാം. സൂട്ടന്റെ ടവലാണ് നമുക്കിത്. അപ്പൊ ഇത് വേറെ ഒന്നുമില്ല, നമ്മൾ കെട്ടി വെക്കുവാണ് ഞാൻ. ഇത് നമ്മളെ അറിയായിരിക്കും, പെണ്ണുങ്ങൾക്ക് കണ്ടറിയായിരിക്കും, നാട. മാക്സിമം ഇരുട്ട് വെട്ടം ചെല്ലാണ്ട് ഇരിക്കണം നമ്മൾ വൈനിടുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ പുറത്ത് ഞാൻ ഒന്നും കൂടെ ഷീറ്റും എല്ലാം വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഞാൻ സ്റ്റോർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഒന്നും കൂടെ ഒട്ടും വെട്ടം ചെല്ലാത്ത രീതിയിലായിരിക്കുമല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇതെടുത്ത് ഇളക്കും. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. നമ്മൾ ഇന്നിപ്പോൾ എത്ര മണിക്കാണോ ഇളക്കുന്നത് അതേ ടൈമിൽ തന്നെ നാളെ എടുത്ത് ഇളക്കാൻ ശ്രദ്ധിക്കണം. അത് മാത്രം ഓർത്താൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ വ്ലോഗ് ഇവിടെ തീരുകയാണ്. ഇനി ഞാൻ 15ാമത്തെ ദിവസം ഞാൻ പറഞ്ഞില്ലേ വേറൊരു റെസിപ്പി, ഒരു സാധനം ഞാൻ ആഡ് ചെയ്യേണ്ടെന്ന്. അപ്പനോട് വർത്താനം പറയാം. അപ്പൊ ഇനിയിപ്പൊ ഞാൻ വേറൊരു ദിവസം അല്ല 15ാമത്തെ ദിവസം ഞാൻ അത് ചെയ്യുമ്പോൾ ഞാൻ ആ ഒരു സീക്രട്ട് സാധനം കൂടെ ആഡ് ചെയ്യും. അപ്പൊ അതും അരിക്കുന്ന വ്ലോഗും ടേസ്റ്റിങ്ങും വേറൊരു വ്ലോഗായിട്ട് ഞാൻ ഇടാം. ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക എൻ്റെ വൈൻ ചീറ്റിപ്പോവല്ലേ, സക്സസ് ആവണേന്ന്, പൂത്തു പോകരുതെന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതിനിപ്പം സ്റ്റോറേജിൽ കൊണ്ടുവെക്കാൻ പോവുക. അപ്പം മോന് ബൈ പറയാം. വാ കൊച്ചിനെ എന്താ ഹായ് ഗൈസ്, കാണാൻ പറ്റുമോ നോക്കട്ടെ. ഫസ്റ്റ് ഞാൻ അവിടെ നിന്ന് പോന്നപ്പോൾ സൂം ഔട്ട് ആയത്. ഓക്കെ, അപ്പൊ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി കാണുന്നു വിചാരിക്കുന്നു. ഇനിയും നമ്മളെ വ്ലോഗ് വരും. ക്രിസ്മസ് സീസൺ ആയിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് വ്ലോഗ് എന്തെങ്കിലുമൊക്കെ ഞാൻ ഇടണം എന്നാണ് വിചാരിക്കുന്നത്. സമയം കണ്ടെത്തി ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ പറഞ്ഞാലോ സുതാ? ടാറ്റാ ബൈ ബൈ. ടാറ്റാ ബൈ ബൈ. ടേക്ക് കെയർ. ടേക്ക് കെയർ. അത് സ്വീറ്റ് ഡ്രീംസ് പറഞ്ഞത് കേട്ടോ. സ്വീറ്റ് ഡ്രീംസ് പറയണ്ടോ? See you tomorrow. See you on my next vlog. See you tomorrow. See you tomorrow. അതേ വരത്തുള്ളൂ കേട്ടോ, ബാക്കി ആയിട്ടില്ല. അപ്പൊ എല്ലാവർക്കും ഒരു ഉമ്മോട്ടെ. I love you. Bye bye. Bye bye.